ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ നസീസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കോഫി ആയിട്ടാണ്. കോഫി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു കോഫിയാണ് ഡാൽഗോന കോഫി. ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കോഫിയാണിത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ളൊരു ക്രീമി സ്ട്രക്ചറുള്ള നല്ലൊരു കോഫിയാണിത്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ കോഫി പൗഡറും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ നല്ല തിളച്ച വെള്ളമാണ് വേണ്ടത്, അതും 2 ടേബിൾ സ്പൂൺ തന്നെ. എല്ലാം ഒരേ അളവിൽ തന്നെ എടുക്കണം. കോഫി പൗഡറും പഞ്ചസാരയും വെള്ളവും ഒരേ അളവിൽ തന്നെ എടുത്തിട്ട് ഒരു ബൗളിലോട്ട് ആഡ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രൂ കോഫിയാണ്. നിങ്ങളതിൽ ഇൻസ്റ്റൻറ്റ് കോഫി ഏതാണോ ഉള്ളത് അതെടുത്തിട്ട് ചെയ്യാം. വെള്ളം എടുക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ എടുക്കണം, നല്ല സ്ട്രക്ചറായിട്ട് കിട്ടുള്ളൂ. നിങ്ങളതിൽ വിസ്കാണുള്ളതെങ്കിൽ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ക്രീം പരുവത്തിലാക്കി എടുക്കാം. അതല്ല ഇനി സ്പൂണാണുള്ളതെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ചെയ്യാം, പക്ഷേ കുറേ ടൈം എടുക്കും, നന്നായിട്ട് കുറേ സമയം ചെയ്യേണ്ടി വരും. ഞാൻ ഹാൻഡ് ബീറ്റർ വെച്ചാണ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ബീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ കളർ എങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. കുറച്ച് സമയം എടുക്കും, അതൊന്ന് ക്രീമേ കിട്ടണം. നല്ല ക്രീം പരുവത്തിലാവുന്നവരെ നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പഞ്ചസാരയും കോഫിയും കൂടെ നന്നായി മിക്സ് ചെയ്ത് അത് നല്ല ക്രീമായിട്ട് കളറൊക്കെ മാറി, ആ ബ്ലാക്ക് കളറിൽ നിന്നും മാറി നല്ല ക്രീം പരുവത്തിൽ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മളുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. നമ്മൾ സ്പൂണിൽ കോരി എടുക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല ക്രീം പരുവത്തിലായിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. കയ്പുള്ള ടൈപ്പ് കോഫിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മധുരം ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ചൊരു കയ്പ് ടേസ്റ്റുള്ളൊരു കോഫിയാണ്. എന്നാലും ആ ക്രീമും കൂടെ വരുമ്പോൾ നല്ലൊരു സ്ട്രക്ചറാണ് ഇതിന്. കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പാലൊഴിക്കുമ്പോൾ അതിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്താൽ മതി. ഞാനൊരു കപ്പിലോട്ട് കുറച്ച് ചൂടുള്ള പാല് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീം ആഡ് ചെയ്യാം. ക്രീം ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കുടിക്കുക. കുറച്ച് ക്രീം ആഡ് ചെയ്താൽ മതി. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചധികം ക്രീം ആഡ് ചെയ്തതാണ്. 2 സ്പൂൺ ക്രീം തന്നെ മതി ഒരു ഗ്ലാസ് ചായ കോഫിക്ക്. ഇപ്പം നമ്മുടെ ഹോട്ട് കോഫി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് കോഫി പൗഡറും കൂടെ, ഫ്രഷ് കോഫി പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കോഫി കുടിക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിർബന്ധമൊന്നുമില്ല, നമ്മൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. കോഫി കാണുമ്പോൾ ഒരു ഭംഗിക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രഷ് കോഫി പൗഡർ ആഡ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഡാൽഗോന കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി കോഫിയാണിത്. എന്നും കോഫി കുടിക്കുന്നതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് നല്ല അടിപൊളിയൊരു ടേസ്റ്റുള്ളൊരു കോഫി നമുക്ക് കുടിക്കാം. ഇനി ഞാൻ അടുത്ത് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോൾഡ് ആയിട്ടുള്ള കോഫിയാണ്. ഈ ഡാൽഗോന കോഫി തന്നെ ആദ്യം ഉണ്ടാക്കിയത് ഹോട്ടായിരുന്നു, ഇപ്പോൾ
കോൾഡ് കോഫിയാണ്, തണുത്ത പാൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്യാം. ഒരു 4 ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് ഇനി അതിന് മുകളിലോട്ട് നല്ല തണുത്ത പാൽ ഒഴിച്ച് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പാലിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. മധുരം കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ പാലിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്താൽ മതി. ഇനി അതിന് മുകളിൽ നേരത്തെ ഉണ്ടാക്കി വെച്ച ക്രീം ഇട്ട് കൊടുക്കാം. ഡാൽഗോണ കോഫി ഹോട്ട് ആയാലും കോൾഡ് ആയാലും രണ്ടും നല്ല ടേസ്റ്റാണ്. രണ്ടും അതിൻ്റേതായിട്ടുള്ള വ്യത്യസ്തമായ കോഫികളാണ്. ഇനി അതിൻ്റെ മുകളിൽ നേരത്തെ ഇട്ട പോലെ തന്നെ കുറച്ച് ഫ്രഷ് കോഫി പൗഡർ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കോൾഡ് കോഫിയും റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കോഫിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി കോഫി തന്നെയാണ്.